കർണാടകയിലെ ശിരൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് 9ാം നാളിലേക്ക് കടക്കുകയാണ്. റഡാർ സിഗ്നൽ ലഭിച്ച ഗംഗാവാലി പുഴയിലെ മൺകൂനയിലാണ് ഇന്ന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്താൻ ഹിറ്റാച്ചി ഭൂമി യന്ത്രം എത്തിച്ചിട്ടുണ്ട്. ഷിരൂരിൽ നിന്ന് ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഷഫീദ്, ഇന്നിപ്പോൾ കാലാവസ്ഥ ഇപ്പം ഷഫീദ് നിൽക്കുന്നിടത്ത് മഴയില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഒരു തെരച്ചിലിന് എന്ത് ഗുണമാണ് ഉണ്ടാവുക? ഇന്നിപ്പോൾ എത്ര മണിക്കാണ് തെരച്ചിൽ തുടങ്ങുക? പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഇക്കാര്യത്തിൽ തിരച്ചിലിനടക്കം തിരിച്ചടിയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഗംഗാവാലി പുഴയുടെ തീരത്താണ്. ഈ തീരത്ത് തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ നേവി സംഘം ഉൾപ്പെടെ പരിശോധനയ്ക്ക് എത്തുന്നതും. കഴിഞ്ഞ ദിവസം കാർവാർ MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ ആധുനിക സൗകര്യത്തിലുള്ള യന്ത്രങ്ങൾ അതിന്ന് ഇവിടേക്ക് എത്തിക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ മണ്ണിടിഞ്ഞു താഴേക്ക് വീണ സ്ഥലം. അതിനപ്പുറത്തേക്ക് വലിയ മണൽക്കൂന നമുക്ക് കാണാം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ആകാശ ദൃശ്യമടക്കമുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവിടേക്കാണ് കഴിഞ്ഞ ദിവസം റഡാർ സിഗ്നലും അതേപോലെ തന്നെ സോണാറിൽ ചില സൂചനകളും ലഭിച്ചത്. ഈ പ്രദേശം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് കൂടുതൽ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല ഈ കരഭാഗത്ത്, അതായത് നദിയുടെ തൊട്ട് വശത്തുള്ള കരഭാഗത്ത് ഇനി കാര്യമായ തിരച്ചിലിന് സാധ്യതയില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പുഴയിൽ ആഴത്തിലുള്ള തിരച്ചിൽ നടത്തും. കാർവാർ MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ആധുനിക സൗകര്യമുള്ള, അതായത് ഭൂമി യന്ത്രമാണത്, ഒരു എക്സ്കവേറ്റർ ഭൂമി യന്ത്രമാണ്, അത് കൊണ്ടുവരും ഇവിടേക്ക്. അതിനുശേഷമായിരിക്കും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റൽ നടത്തുക. മണ്ണുമാറ്റാതെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സാധ്യതകളുമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം. മാത്രമല്ല ഡ്രഡ്ജിംഗ് സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തിയാൽ ഒരു പക്ഷേ നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചന പ്രകാരമുള്ള സൂചനകൾ അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതിന് തൊട്ട് താഴെ മാധ്യമങ്ങളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കുറച്ച് മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പൂർണ്ണമായും കയറ്റിവിടുന്നില്ല. അങ്ങനെ ഒരു പ്രവേശനം അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നില്ല. അതിന് പകരം ഇതിന് തൊട്ട് മുൻവശത്ത് ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തടയുന്നത്. അതിനുശേഷം നമ്മൾ ഈ പുഴയുടെ അരികിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഏതായാലും ഇന്നലെ വളരെ ഞെട്ടിക്കുന്ന ഭീകരത ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ ശിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് തൊട്ട് പിന്നാലെയുള്ള ദൃശ്യങ്ങളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. മണ്ണിടിച്ചിലിന് പിന്നാലെ നദിയുടെ മറുകരയിലുള്ളവർ ഭയന്നോടുന്നതും നിലവിളിക്കുന്നതുമായിരുന്നു ദൃശ്യങ്ങളുള്ളത്. ആ ദൃശ്യങ്ങളിൽ തന്നെ ഏത് രീതിയിലാണ് അതല്ലെങ്കിൽ എന്ത് വ്യാപ്തിയിലാണ് അപകടം ഉള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഇനിയിപ്പോൾ നമുക്ക് ഈ മണൽക്കൂനയ്ക്ക് ശേഷം തൊട്ടപ്പുറത്തെ മറുകര കാണാൻ സാധിക്കും. ഈ മറുകരയിലെ ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക്, അതായത് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി നമുക്ക് ലഭിച്ചത്. ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് താഴ്ഭാഗത്തായി ഒരു റെയിൽവേ പാലം അടക്കമുള്ളുണ്ട്. ആ പാലത്തിന് സമീപം ഉണ്ടായിരുന്നവരാണ് പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടുന്നതായി കണ്ടത്. മാത്രമല്ല ഈ ഗംഗാവാലി പുഴ അത് ഗതി മാറി ഒഴുകുന്നതിനടക്കം കാരണമായി ഈ മണൽക്കൂന എന്നുള്ള കണ്ടെത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ തിരച്ചിലിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ഈ ദിവസം, അതായത് നിലവിൽ ഇപ്പോൾ ഇതുവരെയും നേവി ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തുകൂടി തന്നെയാണ് അവർ ഈ ഡിങ്കി ബോട്ടുകളിലടക്കം ഈ നദിയിൽ കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തിയത്. സ്വാഭാവികമായും അവിടേക്ക് തന്നെ അവർ എത്തണം. പക്ഷേ ഇതുവരെയും എത്തിയിട്ടില്ല. ഇന്നലെ ഈ നേവി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ നദിയിൽ കാര്യമായിട്ടുള്ള അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ തിരച്ചിലിന് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ പ്രത്യക്ഷമായി മുകളിൽ കാണുന്ന മണൽക്കൂന മാത്രമല്ല, താഴെയും നിരവധി മണൽക്കൂനകളുണ്ട്. അതായത് വെള്ളത്തിനടിയിലും മണൽക്കൂനകളുണ്ട്. അപ്പോൾ സ്ക്യൂബ സാധ്യമല്ല എന്നുള്ളതാണ് നേവി സംഘത്തിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം. അത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അതുമായി ബന്ധപ്പെട്ട വിവരം കൈമാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണൽ നീക്കിയും ഡിങ്കി ബോട്ടുകളിലും മറ്റു ബോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും പ്രധാനമായും നേവി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുക. ഏതായാലും അല്പസമയത്തുള്ള ഇവിടേക്ക് നേവി ഉദ്യോഗസ്ഥരെത്തും എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. MLA അടക്കമുള്ള ആളുകളും ഇവിടേക്ക് എത്തും. അവസാനഘട്ട പ്രതീക്ഷയാണ് അർജുനെ സംബന്ധിച്ച്, അർജുൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത് പറ്റി അർജുൻ എന്നറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ തിരച്ചിലിൽ മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രസക്തിയുണ്ട്. വീണ്ടും 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 നമ്മൾ കർണാടക സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം അത് പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ കുടുംബം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു പൂർണ്ണസജ്ജമായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും ഇവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതിന് മറുപടിയില്ല. പ്രതികൂല കാലാവസ്ഥ വലിയ തരത്തിൽ തിരിച്ചടിയാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് മഴയില്ലെങ്കിൽ കൂടി തൊട്ടടുത്ത മിനിറ്റിൽ മഴ പെയ്യാം എന്ന തരത്തിലേക്ക് കാർമേഘം ഉരുണ്ടുകൂടിയിട്ടുണ്ട്. അപ്പോൾ
ഈ തിരച്ചിൽ ഉദ്യോഗസ്ഥരെത്തിയാൽ പോലും സ്വാഭാവികമായും ഇന്നലത്തെ പോലെ തന്നെ സമാനമായ രീതിയിലുള്ള സാഹചര്യത്തിന് സാധ്യതയുണ്ട്. അതായത് വലിയ ആധുനിക സൗകര്യങ്ങൾ എത്തിച്ചാൽ പോലും ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് വീണ്ടും തിരിച്ചടിയാകാം. മാത്രവുമല്ല, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അതിൻ്റെ വ്യാപ്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തവുമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പുഴയുടെ ഒഴുക്ക് നമ്മൾ കാണുന്നതാണ്. ഇന്നലെ സ്ക്യൂബ സംഘം പറഞ്ഞത് അവർക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ സ്ക്യൂബ ചെയ്തുകൊണ്ട് ഒരു തിരച്ചിൽ നടത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അവർ ഉറപ്പിക്കുന്നുമുണ്ട്, ഔദ്യോഗികമായി അത് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുമുണ്ട്. ഇനി നമുക്കുള്ള സാധ്യതകൾ ഇതാണ്. അതായത് അത്യാധുനിക ഒരു യന്ത്രം അത് കൊണ്ടുവന്നാൽ സ്വാഭാവികമായും ഡ്രഡ്ജിംഗ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുക, കൂടുതൽ സോണാർ പരിശോധന ഉൾപ്പെടെ കാര്യങ്ങൾ സാധ്യമാണോ എന്നുള്ളത് ഒരിക്കൽ കൂടി പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം തുടർ തിരച്ചിൽ അതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാവുക. ഏതായാലും നേവി സംഘം അല്പസമയത്തിനുള്ളിലേക്ക് ഇവിടേക്ക് എത്തും എന്നുള്ളത് ഒരു വിവരമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ആകെയുള്ളൊരു ചിത്രം എന്ന് പറയുന്നത്. മാത്രമല്ല, മണൽക്കൂന നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതേപോലെ തന്നെ മണൽക്കൂന ഈ വെള്ളത്തിനടിയിലുമുണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ തിരച്ചിലിന് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. ആ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ അത് പരിഗണിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും. ഏതായാലും മറുകരയിൽ നിന്നും ഡിങ്കി ബോട്ടുകൾ ഇറങ്ങും, ഇന്നലത്തേതുപോലെ തന്നെ ഇവിടെ നിന്നും ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയ ഒരു തിരച്ചിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. സോണാർ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ സൗകര്യങ്ങൾ എത്തിക്കാൻ തന്നെയാണ് നിലവിലിപ്പോൾ ഈ ജില്ലാ നമ്മളിപ്പോ ഈ 9ാം ദിവസത്തിലേക്ക് തെരച്ചിൽ നടത്തുന്നു എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 19ാം തീയതി തുടങ്ങിയാണ് ഇത് വലിയ രീതിയിൽ ഈ ഒരു തെരച്ചിലിനായി മലയാളി മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം സംസ്ഥാനം കർണാടകയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. പക്ഷേ അപ്പോഴൊക്കെ വന്നുകൊണ്ടിരുന്ന വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ടായിരുന്നു സാധാരണക്കാരായ നമ്മളെല്ലാവരും തന്നെ. പക്ഷേ അവിടെ എത്തി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങുമ്പോഴാണ് കുറേശ്ശെ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത്. അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഇപ്പോൾ ഒടുവിൽ ഇന്നലെ വന്ന ദൃശ്യങ്ങൾ കൂടി കാണുമ്പോഴാണ് ആ മണ്ണിടിച്ചിൽ ഉണ്ടായതിൻ്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ ഈ തെരച്ചിൽ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ലോറി കണ്ടെത്താൻ കഴിയുന്നില്ല, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ കുറച്ച് ജീവനുകളെ അവിടെ നിന്ന് കണ്ടെത്താൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരുന്നവരെല്ലാവരും തന്നെ ഇന്നലത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വല്ലാത്തൊരു അമ്പരപ്പിലാണ്. ഇതൊരു അത്രയ്ക്ക് ഗ്രാവിറ്റി ഉണ്ട് ഈ ഒരു അപകടത്തിനെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ പുതിയ സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ആ ദൃശ്യങ്ങൾ കൂടി മനസ്സിൽ വച്ചാകണം നമ്മളുടെ ഒരു കാത്തിരിപ്പല്ലേ? സ്മിത, ഉറപ്പായിട്ടും. അതായത് നമ്മൾ ഈ നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യവും ഭീകരതയും അത് കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവാലി പുഴ, അതിൻ്റെ ഒഴുക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത് ഈ നേവി സംഘം പറയുന്നത് പോലെ തന്നെ വെറുതെ നമുക്ക് അങ്ങനെ ഇറങ്ങി തിരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ പുഴയിലില്ല. മാത്രവുമല്ല, അതൊരു ശാന്തമായ പുഴയൊന്നുമല്ല. നമുക്കറിയാം ഈ ജലത്തിൻ്റെ നിറമടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും തിരിച്ചടിയാകും. അതിൻ്റെ വിസിബിലിറ്റി ഇഷ്യൂ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നേവി സംഘം ഇന്നലെ തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല, ഈ മണൽക്കൂനയ്ക്ക് പിന്നാലെ ഈ മണലിങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ ഇത് ഗതിമാറി ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് കാർവാർ MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ്. മാത്രമല്ല, ഇവിടുത്തെ നാട്ടുകാർ, തൊട്ടപ്പുറത്തെ കരയിൽ താമസിക്കുന്ന പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നദിയുടെ ഭീകരത നമ്മൾ ഈ സാധാരണ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകുമോ എന്നറിയില്ല. പക്ഷേ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ മൺകൂന ഇടിഞ്ഞിങ്ങനെ താഴേക്ക് വന്നപ്പോൾ മറുകരയിലേക്ക് നദി മാറി ഒഴുകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും ഒഴുക്ക് കാര്യമായി തുടരുന്നുണ്ട്. ഇതിൻ്റെ ഏതാണ്ട് 20 അടിയോളം താഴ്ചയിലാണ് ഇതുള്ളത് എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഒരു പ്രാഥമിക വിലയിരുത്തൽ. പലയിടത്തും അതിനേക്കാൾ കൂടുതലാണെന്നും നേവി സംഘം പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വേണം തിരച്ചിൽ നടത്താൻ. അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും? അതായത് ഇപ്പോഴും ഈ സ്ക്യൂബ ഡൈവിംഗ് സാധ്യമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴെ മണൽക്കൂനയുണ്ട്, അതിനപ്പുറത്തേക്ക് ഒഴുക്ക്. ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒഴുകിപ്പോയാൽ പിന്നെ എത്തിപ്പോകുന്നത് അഴിമുഖത്തിലേക്കാണ്. അവിടെ എത്തുമ്പോൾ താഴ്ച കൂടുമെന്ന് പറയുന്നു. അതിനുമപ്പുറത്തേക്ക് ഇത് കടലിലേക്ക് പോകുന്ന ഭാഗമാണ്. അപ്പോൾ ആ രീതിയിലുള്ള സാധ്യതകളൊക്കെ സ്വാഭാവികമായും തിരച്ചിൽ നടത്തുന്നവരെയും ഭയപ്പെടുത്തുന്നുണ്ടാകാം. അതാണ് നേവി സംഘം കഴിഞ്ഞ ദിവസം കൊടുത്ത റിപ്പോർട്ടിലും പറയുന്നത്. അതായത് സ്ക്യൂബ ഡൈവ് ചെയ്തുകൊണ്ടുള്ള പരിശോധന ഏത് രീതിയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും സംശയമുണ്ട്. അതിനപ്പുറത്തേക്ക് അവരിപ്പോൾ നടത്തുന്നത് സോണാർ ഉപയോഗിച്ചുകൊണ്ടൊരു മെറ്റൽ കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് ഇറങ്ങി പരിശോധന നടത്തുക. പരിശോധിച്ച ശേഷം, അതായത് ആ രീതിയിലുള്ളൊരു പരിശോധന നടത്തിയാൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ആഴത്തിലുള്ള തിരച്ചിൽ പരിശോധന. ഇതാണ് നിലവിൽ ഇപ്പോൾ ഇവർ ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ നേവി സംഘം ഇവിടേക്ക് എത്തും. ഇനി നമുക്കറിയേണ്ടത് ഇക്കാര്യത്തിൽ കർണാടക സർക്കാരിന്റെ തുറന്ന നിലപാടാണ്. അതായത് ഏത് രീതിയിലായിരിക്കും. കഴിഞ്ഞ ദിവസം ഇവിടേക്ക് മാധ്യമങ്ങളെ ഒന്നും കയറ്റിവിട്ടിരുന്നില്ല. മാത്രമല്ല, ഒരു മന്ദഗതിയിലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇന്നലത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇനി എങ്ങനെയാകും ആ സർക്കാരിന്റെ സമീപനം, ജില്ലാ ഭരണകൂടത്തിന്റെ സമീപനം? ഈ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ
കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ആധുനിക സൗകര്യമുള്ള യന്ത്രം, അതായത് ഭൂമിഷൻ, അതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിക്കാനുള്ള പരമാവധി തിരക്കിട്ട നീക്കം നടത്തുന്നു. അത് ഇന്ന് തന്നെ എത്തിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ തിരച്ചിൽ സംഘത്തിലെ കുറച്ച് പേർ ഇവിടേക്ക് ഈ കരയിലേക്ക് വന്ന് എത്തുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് അവരങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം പരിശോധിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേവി സംഘമാണ്. അവരെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇനി ഈ തിരച്ചിലേക്ക് കടക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അർജുന് വേണ്ടി ഒന്നാകെ ഒരു നാട് കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിൻ്റെ അവസാനം എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന മെഷീൻ അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ മെഷീനുകൾ എത്തിക്കും. ബോട്ടിൻ്റെ ഭാഗങ്ങൾ, അതായത് അവരുടെ ഡിങ്കി ബോട്ടിൻ്റെ മോട്ടോർ ഭാഗങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ ഇന്ന് നടത്തുക. സ്മിത. ശരി ഷഫീദ്, ഇപ്പോൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഈ ആധുനിക മെഷീനുകൾ എത്തിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഇത്ര മീറ്ററിന് താഴേക്ക് ഈ ദൃശ്യം കാണാൻ സാധിക്കാത്ത രീതിയിൽ, സിഗ്നലുകൾ എത്താത്ത രീതിയിൽ ഉള്ള പരിമിതികൾ, ആ പരിമിതികൾ ഒഴിവാക്കാൻ കൂടിയാണ് ഇപ്പോൾ അത്യാധുനിക സംവിധാനമായ ഇൻ്റലിജൻ്റ് ഒബ്ജക്റ്റ് മെറ്റൽ ഡിറ്റക്ഷൻ സിസ്റ്റം എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത വിദഗ്ധർ ഇന്നലെ പറഞ്ഞ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതിൽ ഈ ഡ്രോൺ സൗകര്യവും കൂടെ അതിലുണ്ടാകും. അത് ദൃശ്യങ്ങളുടെ ഒരു വ്യക്തത, അതിൻ്റെ ഒരു കൃത്യതയ്ക്ക് വേണ്ടിയാണ്. കാരണം പുഴ അത്രയും ആഴത്തിൽ 20 മീറ്റർ കഴിഞ്ഞുള്ള പരിശോധനയിൽ കൂടി കൃത്യമായിട്ട് വ്യക്തത കിട്ടും. കാരണം പലപ്പോഴും ഈ സിഗ്നലുകൾ കിട്ടുമ്പോൾ അതിനൊരു വ്യക്തതയില്ലെങ്കിൽ ഇത് ലോറി തന്നെയാണോ, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ പോകേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം നിന്നിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് കൂടിയാണ് ഇന്നിപ്പോൾ കൂടുതൽ അത്യാധുനികമായ ഈ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ അതിനൊരു സാങ്കത്യം. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ തെരച്ചിലിൽ അതിൽ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും തെരച്ചിൽ എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ തെരച്ചിൽ തുടങ്ങാനുള്ള ഒരു തടസ്സം? ഇന്നിപ്പോൾ 7 മണിയാകുന്നു, ഇപ്പോഴും തെരച്ചിൽ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. കൂടുതൽ സംഘം എത്തേണ്ടതുണ്ടോ? ദൗത്യ സംഘത്തിലേക്ക് കൂടുതൽ പേർ എത്തേണ്ടതുണ്ടോ? അതോ ഈ മെറ്റൽ ഡിറ്റക്ടർ അത് ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇത് തെരച്ചിൽ തുടരാൻ ഇങ്ങനെ വൈകുന്നത് ഷഫീദ്? സ്മിത, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇവർക്ക് ഈ തിരച്ചിലിന് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ഡിങ്കി ബോട്ടിൻ്റെ മോട്ടോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് നേവി സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യം. നമുക്ക് ഇതിൻ്റെ ഒരു വൈഡ് വിഷ്വൽ, അതായത് ഒരു വൈഡ് വിഷ്വൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും മഴ പെയ്യാം, ആ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഷിരൂരിലുള്ളത്. നമുക്ക് ഈ വൈഡ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. അതായത് ഒഴുകിയെത്തുന്ന ഗംഗാവാലി നദി, അതിന് തൊട്ടുമുറകിൽ മലനിരകൾ, സ്വാഭാവികമായും നമുക്ക് ആ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയിരിക്കുന്നു. അപ്പോൾ ഏത് സമയത്തും മഴ സാഹചര്യമുണ്ട്. മാത്രവുമല്ല, മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഗംഗാവാലി നദിയുടെ ഒഴുക്ക് അതിനൊട്ടും കുറവില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ തിരച്ചിലിന് തിരിച്ചടിയാകുന്നു. അതല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി പരിശോധന നടത്താനുള്ള, തിരച്ചിൽ നടത്താനുള്ള ഒരു പ്രശ്നമാകുന്നു, തടസ്സമാകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് മാറണമെന്നുള്ള നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് വരുന്നു ജില്ലാ ഭരണകൂടത്തിൻ്റെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ നിലവിൽ റഡാർ സിഗ്നലും അതേപോലെ തന്നെ സോണാർ സിഗ്നലും ലഭിച്ച സ്ഥലത്ത് അവിടെയുള്ളൊരു പരിശോധന, അതാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, ജില്ലാ ഭരണകൂടം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടി, അതായത് നമുക്ക് ഇതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മറുകരയിൽ നിന്നുകൂടി പരിശോധിക്കാമെന്ന് തോന്നുന്നു. അതായത് ഇവിടെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം, സാധാരണഗതിയിൽ നേവി സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്കാണ് ഡിങ്കി ബോട്ടിൽ തിരച്ചിൽ നടത്തുന്നത്. തൊട്ടപ്പുറത്തെ ഭാഗത്തും അതുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്തുകൂടി ഇത് മറുകരയാണ്. ഈ മറുകരയിലെ ആളുകളാണ്, അതായത് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഈ ഓടി അകലുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. മണ്ണിങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വരുന്നു, വാഹനങ്ങൾ പതിക്കുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവർ ഓടി ഇങ്ങനെ അകലുകയാണ്. അവിടേക്ക് വിളിച്ച് വലിയ പരിഭ്രാന്തിയോട് ഓടുകയാണ്. ഏതായാലും അവിടെ നിന്ന് കൂടി ഒരു സംഘം ഇന്ന് പരിശോധനയ്ക്ക് സമാനമായ സാഹചര്യത്തിൽ ഇറങ്ങും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിടത്തു നിന്നും പരിശോധന നടത്തുക. നിലവിലിപ്പോൾ ഈ സോണാർ സിഗ്നലും അതേപോലെ തന്നെ റഡാർ സിഗ്നലും ലഭിച്ച സ്ഥലം, ആ സ്ഥലത്ത് കൂടുതൽ പരിശോധന, അവിടേക്ക് ആധുനിക സൗകര്യങ്ങൾ എത്തിച്ചുള്ള പരിശോധന. ഇപ്പോൾ നേവി സംഘത്തിന്റെ കൂടുതൽ വാഹനങ്ങൾ ഈ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. ഷഫീദ്, എത്രയും പെട്ടെന്ന് തന്നെ ഈ തെരച്ചിൽ തുടങ്ങാൻ കഴിയട്ടെ. ഇപ്പോൾ 7 മണി കഴിഞ്ഞിരിക്കുന്നു.